ക്രൂശിൽ നടന്ന യുദ്ധത്തിൽ വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും എല്ലാം പരാജയപ്പെടുത്തി ക്രൂശിന്മേൽ വെച്ചുള്ളതായിരിക്കുന്ന ആ യുദ്ധത്തിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നും ഒരു വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 1 വേഴ്സ് 30, 1-ന്റെ 30 തിരുവചനം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾ കാണുകെ അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെ ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുതിയ നിയമത്തിൽ നിന്നും ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ലൂക്കോസ് 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു വാക്യവും കൂടെ പഴയ നിയമത്തിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാചകം. 12-ാം വാക്യം മുഴുവനായിട്ട് വായിക്കാം. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തി ആകുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ചില ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇവിടെ 2 രാജ്യങ്ങളെക്കുറിച്ചുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഒന്ന്, പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ബന്ധപ്പെട്ടാണ് മോശ പറയുന്ന ഒരു കാര്യമാണ്. അതായത്, ദൈവമായിരിക്കുന്ന യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ആ ദൈവം യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്തു, യുദ്ധം ഇനിയും ചെയ്യും. പുതിയ നിയമത്തിൽ ദൈവസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു യുദ്ധക്കളത്തിലാണ്. ക്രൈസ്തവരെല്ലാവരും പടയാളികളാണെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന തിരുസഭയോട് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ചെറിയ കൂട്ടമേ, ഭയപ്പെടരുത്. പിതാവ് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേലിനൊരു രാജ്യം കൊടുത്തു. പുതിയ നിയമത്തിൽ നമുക്കും പിതാവ് രാജ്യം തരുവാൻ പ്രസാദിച്ചു. എന്നാൽ ദൈവസഭയ്ക്കുള്ള രാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു പരാമർശനമാണ്. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കുറച്ച് വട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ജിയോഗ്രാഫിക്കൽ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിലുള്ളതായിരിക്കുന്ന പ്രദേശമല്ല ദൈവരാജ്യം. അതിൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷവും സമാധാനവും അത്രേ. ആ ആത്മീയ അനുഭവം നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ആക്ഷരീകമായിരിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി മശിഹ വേഗം വരുന്നത് നമുക്കറിയാം. ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ ഒരു ചെറിയ രാജ്യം, വളരെ ചെറിയ രാജ്യം. നാം എല്ലാ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ യുദ്ധം. 2 വർഷത്തിലധികമായി ഗാസ കീഴടക്കുന്നതായിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് മുഴുവൻ മാധ്യമങ്ങളിലും, ലോകം മുഴുവനും വാർത്താ മാധ്യമങ്ങളിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത് ഇസ്രായേലാണ്, ഒരു കൊച്ചു രാജ്യം. ഈ രാജ്യത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നു. എന്നാൽ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ ദൈവം അവിടെ യുദ്ധം ചെയ്യുന്നുവെന്ന് മോശ പറയുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ദൈവം നടക്കുന്നു, നിങ്ങൾ കാണുക ദൈവം മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെ ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം യുദ്ധം ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഇസ്രായേലിന് വേണ്ടി. അവർ മിസ്രയീമിലായിരുന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അവർ വേറൊരു വലിയ രാജ്യത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അവിടെ അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു. എന്നാൽ ഈ ഇസ്രായേൽ തനിച്ച് മരുഭൂമിയിലായിരിക്കുമ്പോൾ, ആരുമില്ല, മരുഭൂമി, ഏകാന്തത, ശത്രുക്കൾ സ്വതവേ കാണാൻ പ്രയാസം, മറ്റാരുമില്ല, നമ്മൾ ഏകാന്തതയിലാണ്, ഭയപ്പെടേണ്ടതായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല. എന്നാൽ മരുഭൂമിയിലും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമായിരിക്കുന്ന യഹോവ, ഈ ചെറിയ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ. നമ്മുടെ കർത്താവ് ദൈവസഭയെക്കുറിച്ച് പറഞ്ഞു, ചെറിയ കൂട്ടം. ദൈവസഭ ഒരു ചെറിയ കൂട്ടമാണ്. ആ ചെറിയ കൂട്ടത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അപ്പം ചെറിയ ഒരു രാജ്യം ഇസ്രായേൽ, വലിയ ഒരു രാജാവ് അവർക്ക് വേണ്ടി. അതുപോലെ തന്നെ ദൈവസഭ ചെറിയ ഒരു കൂട്ടമാണ്, എന്നാൽ വലിയ ഒരു ഇടയൻ, നമ്മുടെ സംരക്ഷകൻ, നമ്മുടെ പരിപാലകൻ. അത് നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്, ചിന്തകളാണ്. അതുപോലെ തന്നെ നാം വായിക്കുന്നു, ഈ ചെറിയ രാജ്യത്തിന് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ.
നമുക്കറിയാം ഈ യുദ്ധത്തെക്കുറിച്ചൊക്കെ വളരെ വളരെ ചുരുങ്ങിയ ഈ സമയം കൊണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഈ കാര്യത്തിൽ എന്താണ് വിഷയം. പലരും ചിന്തിക്കുന്നത് ഈ പ്രവചന പഠനങ്ങളും ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ലോകം മുഴുവൻ ഇന്ന് ഏറ്റവും ഈസി ആയിട്ട് സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ഒരു നല്ല മാധ്യമമാണ് പ്രൊഫറ്റിക്കൽ സ്റ്റഡി, പ്രവചനപരമായ സ്റ്റഡി. കാരണം ദൈവം നമുക്ക് രേഖയാക്കി തന്നിരിക്കുന്ന 2600 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം രേഖയാക്കി തന്ന എസെക്കിയേൽ പ്രവചനം 35 മുതൽ 5 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ, നമ്മുടെ പത്രങ്ങളിൽ, നമ്മുടെ TV, റേഡിയോ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പെട്ടെന്ന് ഒന്ന് നോക്കും. അത് എല്ലാം രംഗത്തേക്ക് കൊണ്ടുവന്ന് ആൾക്കാരുടെ മുമ്പിൽ ജീവനുള്ള ദൈവം, ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശവും നാം ലോകത്തെ കേൾപ്പിക്കേണ്ടതാണ്. 2 രാജാക്കന്മാർ 6:8 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഈ ചെറിയ കൊച്ചു രാജ്യത്തിന് വേണ്ടി ദൈവം ചെയ്ത ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വിചിത്രമായൊരു യുദ്ധമാണ്. അവിടെ ഈ ആരാം രാജാവ് ഇസ്രായേൽ രാജാവിനെതിരെ വന്നു. അവിടെ ഏലീശ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഏലീശ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് നിന്നയാളാണ്. എന്നാൽ ആരാം രാജാവ് പ്രവാചകനെതിരെ, പ്രവാചകൻ താമസിക്കുന്ന ഭവനത്തിന് ചുറ്റും വന്ന് പാളയം ഇറങ്ങിയിരിക്കുകയാണ്. ബാലിക്കാരൻ വളരെയധികം ഭയപ്പെട്ടു. ഉടനെ ബാലിക്കാരനോട് എലീശ പറയുന്നൊരു വാക്കുണ്ട്, ബാലിക്കാര നീ പേടിക്കണ്ട എന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്, നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികമാകുന്നു. അത് നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ധൈര്യം തരേണ്ട ഒരു കാര്യമാണ്. നമ്മോട് കൂടെ ഉള്ളവർ, അത് അവർക്ക് ആ പ്രത്യേക സിറ്റുവേഷനിൽ ബാലിക്കാരന് കാണത്തില്ല. ബാലിക്കാരൻ്റെ മുമ്പിൽ ഏലീശ പ്രവാചകൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ പറഞ്ഞ ആരാം രാജാവും അവൻ്റെ സൈന്യവും വന്ന് ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇസ്രായേലിലെ പ്രവാചകനെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ അവരോട് പറയുന്നു, നമ്മോടുകൂടെ ഉള്ളവർ. മത്തായി സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ സഭയ്ക്ക് യുദ്ധമുണ്ട്, സഭയ്ക്ക് പാതാള ഗോപുരങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ശക്തമായിട്ട് നമ്മുടെ ഇന്ത്യയിലും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തം പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്. മത്തായി 28:20 നാം വായിക്കുന്നുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു ഈസി ട്രാൻസ്ലേഷൻ എല്ലാ നാളും എന്നുള്ളതിൻ്റെ, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു നല്ല ട്രാൻസ്ലേഷൻ, ഐ ആം വിത്ത് യു ഇൻ ഓൾ സോർട്സ് ഓഫ് ഡേയ്സ്. എല്ലാ തരത്തിലുള്ള ദിവസങ്ങളിലും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട്. ഇവിടെ ആവർത്തന പുസ്തകം 1:30 നമ്മൾ വായിച്ചത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ വായിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. അതായത് ഈ 1 ശമൂവേൽ 13:19-20, 13:22 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ അവിടെ വളരെ രസകരമായിരിക്കുന്ന ഒരു ശത്രുവിൻ്റെ തന്ത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഇസ്രായേലിന് ആയുധമുണ്ടാക്കാനോ ഊർപ്പിക്കുവാനോ ഒരു കൊല്ലനും ഇസ്രായേലിൽ ഇല്ലാതാക്കിയ ഫെലിസ്ത്യരുടെ തന്ത്രം നാം അവിടെ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ പൂർണ്ണമായിട്ടും നിസ്സഹായരാണ്. അവർക്ക് ഒരു കൊല്ലനുമില്ല. അവരുടെ ആയുധങ്ങളൊന്ന് കൂർപ്പിക്കണമെങ്കിൽ, ഊർജ്ജപ്പെടുത്തണമെങ്കിൽ അതിനാളില്ല. അതിൻ്റെ ഒരു തന്ത്രം ഇവർ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു. അതുകൊണ്ട് ഇസ്രായേലിയർക്ക് വാളും കുന്തവും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഇസ്രായേലിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ആവർത്തനം 1:21 വായിക്കുന്ന പോലെ അവർ അധൈര്യപ്പെട്ടു, അവർ ഭയപ്പെട്ടു, എങ്കിലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മുടെ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും നാം പല ഭാഗങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കിവിടെ നിന്നും ചിന്തിക്കാനായിട്ട് ധാരാളം, നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ചിന്തിക്കാൻ വളരെയധികം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതായത് ആവർത്തനം 1:31 വേറൊരു ചിന്ത, ഈ യുദ്ധം ചെയ്യുമെന്നുള്ളതിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വരാം. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം, ആവർത്തനം 1:31 എല്ലാ വഴികളിലും ദൈവം, അതിൻ്റെ 1-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ് നോക്കുക. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ നിങ്ങളെ വഹിച്ചു.
അവൻ നിങ്ങളെ കൈകളിൽ എടുത്തുകൊണ്ട് നടന്നു. മാതാപിതാക്കന്മാർ മക്കളെ പരിരക്ഷിക്കുന്നത് പോലെ, സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളെ കരുതി. അപ്പം എല്ലാ വഴികളിലും നമ്മെ വഹിക്കുന്ന ദൈവമുള്ളതിനാൽ ഇസ്രായേലേ ഭയപ്പെടരുത് എന്ന ഒരു ചിന്ത അവിടെ ഉണ്ട്. ആവർത്തനം 1:31. അപ്പോൾ ദൈവം നമ്മളെ വഹിക്കുകയാണ്, കരുതുകയാണ്. എങ്ങനെയാണ്? ഇതിനു മുമ്പ് വളരെ ചുരുങ്ങിയ നിലയിൽ ഞാൻ ഇതിവിടെ ഓർമ്മിപ്പിച്ചതാണ്, എങ്കിലും ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് അവരെ വഹിച്ചത്? അപ്പൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ. യെശയ്യാവ് 63:9. അവരുടെ കഷ്ടതയിൽ ഒക്കെയും ദൈവം അവരോടുകൂടെ കഷ്ടപ്പെട്ടു എന്നൊരു പ്രയോഗം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-6 തിരുവചനത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ, നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. അതറിയുന്ന ഒരു കർത്താവ് നമ്മളെ വഹിക്കുമ്പോൾ, നമ്മളെ നടത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ഹൃദയത്തിലെ ദുഃഖാവസ്ഥ അത് ഞാൻ അറിയുന്നു എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. മത്തായി 6:32 കർത്താവ് പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, എന്നാൽ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇതെല്ലാം ഉൾപ്പെടെയാണ് കർത്താവ് സൂചന തരുന്നത്. അപ്പോൾ നമ്മളെ വഹിക്കുന്ന ഒരു ദൈവം, പുരാതന കാലത്തൊക്കെയും ദൈവം അവരെ ചുമന്നുകൊണ്ട് നടന്നു. ദൈവം ഇസ്രായേലിനെ ചുമന്നുകൊണ്ട് നടന്നു. സഭയോടുള്ള ബന്ധത്തിൽ ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ നാം വായിക്കുന്നു, ഇസ്രായേൽ ദൈവത്തിൻ്റെ ആലോചനയെ തള്ളി, ദൈവത്തിൻ്റെ ആത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. അതായത് അവരുടെ അധികമായിരിക്കുന്ന ഈ റെബല്യസ് നേച്ചർ കൊണ്ട്, പാപം കൊണ്ട്, ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും അവർ നിഷേധിച്ചത് കൊണ്ട് മോശ പോലും വളരെ പ്രയാസപ്പെട്ടു. സംഖ്യാപുസ്തകം 11:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ അവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. സംഖ്യാപുസ്തകം 11:12 മുതൽ, മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെ ഒക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? അതാണ് മോശ ചോദിക്കുന്നത്. എനിക്ക് കഴിയുന്നില്ല, എനിക്ക് അധികഭാരമാകുന്നു, എന്നെ കൊന്നുകളയണമേ. എത്ര ഭാരം നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ടാണ് ദൈവത്തിൻ്റെ ദാസൻ ഈ വാക്കുകൾ പറയുന്നത്. അപ്പോൾ മോശയേക്കാൾ ഉന്നതനായിരിക്കുന്ന, വലിയവനായിരിക്കുന്ന നമ്മുടെ കർത്താവ് ഓരോ ആടിനെയും വഹിക്കുന്നു. ഇത് പഴയ നിയമത്തിൽ സംഭവിച്ചു, അവർ ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൽ ഓരോ ആടിനെയും വഹിക്കുന്നു. 100 ആടിൽ ഒന്നിനെ തിരയുന്ന നല്ല ഇടയൻ. ഇത് ഞാൻ വായിക്കുമ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന ചിന്ത എനിക്കുള്ള ഉത്തരവാദിത്വമാണ്. 100 ആടിൽ ഒരാടിനെ, ആ ഒരാടിനെ, ഓരോ ആടിനെയും അതല്ല, 100-ൽ ഒരാട് തെറ്റിപ്പോയ ഓരോ ആടുകളെയും അന്വേഷിക്കുക, ആ ആടുകളെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ധൈര്യപ്പെടുത്തുക. ആവർത്തനം 1-ാം അധ്യായത്തിൽ മോശ അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നിങ്ങൾ മറുതലിച്ചു, ദൈവം എന്നോടും കോപിച്ചു, നിങ്ങൾ കാരണം ദൈവം എന്നോടും കോപിച്ചു, എന്നോട് പറഞ്ഞു നീയും വാഗ്ദത്ത ദേശത്ത് പോവുകയില്ല. അത് മോശ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് നീ വാഗ്ദത്ത ദേശത്ത് പോവുകയില്ല എന്നുള്ളത് കൊണ്ട് യോശുവയെ എന്ത് ചെയ്യണം? യോശുവയെ എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞു, യോശുവയെ ധൈര്യപ്പെടുത്തണം. അതാണ് ഒരു ഇടയൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ, ധൈര്യപ്പെടുത്തണം. യോശുവയ്ക്ക് മടിയാണ്, ഒരുപക്ഷെ പേടിയാണ്, യോശുവയ്ക്ക് പരിചയം കാണുകയില്ല. പക്ഷേ യോശുവയെ ധൈര്യപ്പെടുത്തണം. കാരണം നെക്സ്റ്റ് ജനറേഷൻ അവരാണ് വാഗ്ദത്ത ദേശത്തേക്ക് പോകേണ്ടത്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അവിടെ കയറുകയില്ല, അവിടെ ചെല്ലുകയില്ലെന്ന് പ്രവചിച്ച നിങ്ങളുടെ പിള്ളേരുണ്ടല്ലോ, മക്കള്, അവർ വാഗ്ദത്ത ദേശത്ത് ചെല്ലുമെന്ന് ദൈവം പറഞ്ഞു. അവർ ചെല്ലും. പ്രിയപ്പെട്ടവരെ, ധൈര്യപ്പെടുത്തുക. യോഹന്നാൻ 10:28-29 നമ്മൾ വായിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും ഒരു നാളും കഴിയുകയില്ല. ഇറ്റേണൽ സാൽവേഷൻ, ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ ദൈവത്തിൻ്റെ കൈകളിലാണ്. ഏത് പ്രായം വരെ ദൈവം വഹിക്കും എന്ന് വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. ഏശയ്യാ 46:4 വാക്യം. അപ്പോൾ വളരെയധികം പ്രായാധിക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മളെ വഹിക്കുന്ന ദൈവം ഏതുവരെ നിങ്ങളെ വഹിക്കും? ഏശയ്യാ 46:4 നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വഹിക്കുന്ന ഈ ദൈവത്തെ അടുത്ത് അറിഞ്ഞ് വാസ്തവത്തിൽ ആശ്വസിക്കാതെ നമ്മൾ ഇരിക്കരുത്. ഈ ചുമന്ന് പിടിപ്പിക്കുന്ന, എന്നെ വഹിക്കുന്ന, എന്നെ കരുതുന്ന ഈ ദൈവത്തെ നമുക്ക് അടുത്തറിയാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകുകയാണ്. ദൈവം ചെയ്ത 5 കാര്യങ്ങൾ ഹോശേയ പ്രവചനം
11 ആദ്യത്തെ 3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോശയ 11 ആദ്യത്തെ 3 വാക്യങ്ങൾ ദൈവം ചെയ്ത 5 കാര്യങ്ങൾ. 1, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. എത്ര ആശ്വാസകരമായ ഒരു വചനമാണത്. നമ്മോടുള്ള ബന്ധത്തിലും ഇത് ശരിയാകട്ടോ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ടെങ്കിലും നമ്മോടുള്ള ബന്ധത്തിലും പുതിയ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെല്ലാം എടുത്ത് ഇപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2, ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഗോഡ്സ് കോൾ. എബ്രായ ലേഖകന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഞാൻ മിസ്രയീമിൽ നിന്നും എൻ്റെ മകനെ വിളിച്ചു. 3, ഞാൻ എഫ്രയീമിനെ നടക്കാൻ ശീലിപ്പിച്ചു. ഐ ഹാവ് ഗിവൺ ദം ബെസ്റ്റ് ട്രെയിനിങ്. നടക്കാൻ ശീലിപ്പിച്ചു. 4, അവരെ എൻ്റെ ഭുജങ്ങളിലെടുത്തു. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്. 5ാമത്തെ കാര്യം, ഞാൻ അവരെ സൗഖ്യമാക്കി. ഐ ഹാവ് ഹീൽഡ് ദം, ഐ സെൻഡ് ദം ഹീലിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്തു. അത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്തു. അവരെ ദൈവം അതിശയകരമായിട്ട് സ്നേഹിച്ചു. അവരെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു. അവരെ നടക്കാൻ ശീലിപ്പിച്ചു. അവരെ തൻ്റെ ഭുജങ്ങളിൽ എടുത്തു. ദൈവം അവരെ സൗഖ്യമാക്കി. അവരോ, വാട്ട് വാസ് ദെയർ റെസ്പോൺസ്? അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ പ്രതികരിച്ചപ്പോൾ വിളിക്കും തോറും വിട്ടകന്നു പോയി, വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു. ദൈവം സൗഖ്യമാക്കിയത് അവരറിഞ്ഞില്ല. അതിനേക്കാൾ വലിയ ഒരു ദുഃഖാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടില്ല. അതായത് ദൈവത്തിൻ്റെ സൗഖ്യമാക്കൽ, ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പൗലോസ് പുതിയ നിയമത്തിലെ പല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പഴയ നിയമത്തിലെ ഈ ഇസ്രായേലുകാരുടെ മറുതലിപ്പിനെ കുറിച്ച് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പറ്റരുത്, അങ്ങനെ സംഭവിക്കരുത്. അപ്പം ഇത് നമുക്കുള്ളൊരു വാണിംഗ് ആണ്. എന്നാൽ അവരിങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു സഭയ്ക്ക് വെളിപ്പാട് ദിവസം 3:17 റെവലേഷൻ 3:17 ലവോദിക്ക സഭയോട് കർത്താവ് പറയുകയാണ്, അന്ന് അവർ വളരെ പിന്മാറ്റത്തിലേക്ക് പോയി, ഉറക്കത്തിലേക്ക് പോയി, ക്ഷീണത്തിലേക്ക് പോയി. ആ സഭയോട് പറയുകയാണ്, ലവോദിക്ക സഭയെ, നീ നിർഭാഗ്യവാൻ, നീ അരിഷ്ടൻ, നീ ദരിദ്രൻ, നീ കുരുടൻ, നീ നഗ്നൻ, ഇത് നീ അറിയാതിരിക്കയാൽ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് സാഡ് തിങ്. എൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ അറിയാതിരിക്കുകയാണ്. ദൈവസഭയിൽ ലോകത്തിലെമ്പാടുമുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഇടയിൽ ബഹുഭൂരിപക്ഷത്തിന് സംഭവിച്ചൊരാപത്താണിത്. ദേ ഡു നോട്ട് നോ ഹൂ ദേ ആർ, ഹൂ ആം ഐ. ഞാൻ ആരാണ്, എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ഞാൻ ആരാൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് നമ്മൾ അറിയേണ്ടത് ഏറ്റവും അടിയന്തരമായിരിക്കുന്ന ഒരു ആവശ്യമാണ്. അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചതായിരിക്കുന്ന ചാർലി ക്രിക്കിന്റെ ആ ഒരു മാർട്ടിഡം, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു വെല്ലുവിളികളുണ്ട്. ലക്ഷക്കണക്കിന് യൂണിവേഴ്സിറ്റി കുട്ടികളുടെ മുമ്പിൽ അടിസ്ഥാന ദൈവവചനത്തിലെ സത്യങ്ങളും സുവിശേഷങ്ങളിലും അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടെ ആത്മനിർഭരത്തോടുകൂടെ പങ്കുവെച്ച ഒരു മഹാ മിഷണറി തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് നേരെ വെടിയുണ്ട ഉതിർത്തു. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സേവനത്തെക്കുറിച്ച് ലോകത്തിലെ, അതായത് കാത്തലിക് ചർച്ചിലുള്ളതായിരിക്കുന്ന ലീഡേഴ്സ് പോലും കമന്റ് പറയത്തക്ക തരത്തിൽ അദ്ദേഹം ലക്ഷക്കണക്കിന് യുവജനങ്ങളെ സ്വാധീനിച്ച ടേണിംഗ് പോയിന്റ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിന്റെ ഈ സംവാദ പരിപാടികൾ വളരെ ബലവത്തായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഐ നോ ഹൂ ആം ഐ. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, എന്തിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ട് ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ദി അറ്റാക്ക് ഓഫ് ടെററിസ്റ്റ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിരുന്നു. അദ്ദേഹം കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിന് വേണ്ടി അസ്തമിച്ചു. അപ്പോൾ ഈ കാര്യം ലവോദിക്ക സഭയോട് പറഞ്ഞിട്ട് ദൈവം കർത്താവിനോട് പറയുകയാണ്, നിങ്ങൾക്കിത് അറിയാതിരിക്കുകയാണ്. എന്ത്? നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, അതുപോലെ തന്നെ കുരുടനാണ്, നഗ്നനാണ്. ഇത് അറിയാതിരിക്കുക. ആത്മീയ സമ്പത്തിനുള്ളത് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിങ്ങൾക്ക് ബുദ്ധി പറയുന്നു. കർത്താവ് എൻ്റെ സഭയോട്, കർത്താവ് ലോകത്തിലുള്ള ഓരോ സഭയോടും ഇന്ന് ഇത് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കതിന് ചെവി കൊടുക്കുകയും അതിന് പരിഹാരം വരുത്തുകയും ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം. ബുദ്ധി പറയുന്നു. വലിയ ബുദ്ധിയുടെ പ്രയോഗമൊന്നും ആവശ്യമില്ല. മാനസാന്തരത്തിലേക്ക് മടങ്ങി വരികയും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആത്മീയ സന്തോഷവും ഉണർവും ഉണ്ടാകാനുള്ള കാരണം. സങ്കീർത്തനം 2:10 പറയുന്നുണ്ട്, രാജാക്കന്മാരെ ബുദ്ധി പഠിക്കുവിൻ. ലോകത്തിലുള്ള വമ്പന്മാർ, രാജാക്കന്മാർ എന്ത് ബുദ്ധിയാണ് പഠിക്കേണ്ടത്? നിങ്ങൾ യാത്രയിലാണ്, നിങ്ങളുടെ വഴിയാത്രയിൽ നിങ്ങൾ നശിക്കാൻ പോവുകയാണ്.
നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പുത്രനെ ചുംബിക്കുകയും. ദൈവം നമുക്ക് നൽകിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഈ പുത്രൻ തമ്പുരാനെ സ്വീകരിക്കുവാൻ, ചുംബിക്കുവാൻ, ആശ്ലേഷിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് എത്രയോ വലിയ ഭാഗ്യകരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുപോലെ ഈ നിലയിലുള്ളതായിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ ദൈവം നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് പോരാട്ടമുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും നമ്മുടെ ആത്മീയ അന്ധതയെ മാറ്റാനും അതിൽ നിന്ന് മടങ്ങി വരാനും ദൈവം നമ്മോട് പറയുകയാണ്. അതിന് പോരാട്ടമുണ്ട്. അത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയാം. വളരെ പെട്ടെന്ന് ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ലോകം മുഴുവനും വാർത്തയായിരിക്കുന്നത് ഗസായ്ക്ക് എതിരെയുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം. ലോകത്തിലെ ഒരൊറ്റ ന്യൂസ് പേപ്പറുകളും നമുക്കറിയാം എത്രയോ കോടികളാണ് ഇത് വായിക്കുന്നത്. അവർ വ്യാജം വിശ്വസിക്കുകയും വ്യാജം പ്രചരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം. വെസ്റ്റ് ബാങ്ക് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് അവിടെ പലസ്തീൻ അതോറിറ്റിയാണ് ഭരിക്കുന്നത്. മുഹമ്മദ് അബ്ബാസിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ ഒരു പാലസ്തീൻ്റെ അതോറിറ്റി ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ഈ വെസ്റ്റ് ബാങ്കിനുള്ള ബൈബിളിലെ പേര് ഇസ്രയേൽ പർവ്വതങ്ങൾ എന്നാണ്. ഞാൻ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. എസെക്കിയേൽ 35 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ, ഈ 5 അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദ ലാസ്റ്റ് പ്രോബ്ലം ഈസ് ഗോയിങ് ടു ബി ദ വെസ്റ്റ് ബാങ്ക് പ്രോബ്ലം. ഇത് ബൈബിളിലെ പ്രവചനത്തിൻ്റെ കാതലായ ഒരു സന്ദേശമാണ്. അപ്പോൾ 20 തവണയാണ് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ തന്നെ ഇസ്രയേൽ പർവ്വതങ്ങൾ എന്നുള്ള പ്രയോഗമുള്ളത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയിരുന്ന ഒറ്റയിരുപ്പിൽ ഈ എസെക്കിയേൽ പ്രവചനം ഒന്ന് വായിച്ചു തീർക്കാം. മലയാളത്തിൽ അല്ലെ ഇംഗ്ലീഷിൽ ഒറ്റയിരുപ്പിൽ ഒന്ന് വായിച്ചു നോക്കുക. അവിടെ എല്ലാം ഇസ്രയേൽ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്കിനെ കുറിച്ചുള്ള ഒരു പരാമർശനമാണ്. ഈ ജോർഡാൻ നദിയുടെ പശ്ചിമ തീരത്താണ് വെസ്റ്റ് ബാങ്ക്. ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ള പേര് കൊടുത്തത് ബ്രിട്ടീഷുകാരാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ജോർഡാൻ നദിയുടെ പശ്ചിമ തീരത്തുള്ള സ്ഥലം ഇവർക്ക് വിട്ടുകൊടുത്തു. അത് ഇസ്രായേലിനുള്ളതാണ്, അത് ദൈവം പറഞ്ഞിട്ടുള്ളതാണ് പഴയ നിയമത്തിൽ. എന്നാൽ അവരത് വിട്ടുകൊടുത്തു. ജോർഡാൻ എന്നുള്ള സ്ഥലം അത് ഒരു പുതിയ രാജ്യമായിട്ട് മാറി. അപ്പോൾ 35-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, എസെക്കിയേൽ 35:1 ജോർഡാന്റെ തെക്ക് കിടക്കുന്ന സെയീർ പർവ്വതത്തോട് ദൈവം സംസാരിക്കുന്നു. സെയീർ പർവ്വതത്തോട് ദൈവം സംസാരിക്കുന്നു. അത് ആധുനിക ഏദോമ്യരാണ്, സമം പലസ്തീനിയൻ പീപ്പിൾ. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇവരുടെ ആവശ്യം എന്താണ്? ഈ പലസ്തീനികളുടെ ആവശ്യം എന്താണ്? അത് എസെക്കിയേൽ 35:12 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കിവ ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എസെക്കിയേൽ 35 നിന്ന് 36 വരുമ്പോൾ ഇസ്രയേൽ പർവ്വതങ്ങളോട് പറയുന്ന ആ 36 അധ്യായം മുഴുവനും ആ പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ദൈവം 2600 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചത്. ലോകത്തിലെ ഒരു പുസ്തകത്തിലും നമുക്ക് ഈ വചനങ്ങൾ കാണാൻ സാധിക്കുകയില്ല. ബൈബിൾ ഈസ് എ മിറക്കിൾ ബുക്ക്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ദൈവം ഈ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇസ്രായേൽ പ്രവചനങ്ങളോട് സംസാരിക്കുന്നു? ഇനി എസെക്കിയേൽ 37:1 മുതൽ 22 വരെ, അതായത് ഇസ്രായേലിനെ ഒരു രാജ്യമാക്കി, മഹാശക്തിയുള്ള രാജ്യമാക്കി ദൈവം മടക്കിക്കൊണ്ടുവന്ന ചരിത്രമാണ് 37-ന്റെ ആദ്യത്തെ 22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ നിങ്ങൾ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. അവർ എഴുന്നേറ്റു, അവരുടെ ശവക്കുടിയിൽ നിന്നും അവർ എഴുന്നേറ്റു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഇന്ന് ഇസ്രായേലിൻ്റെ സൈന്യബലം എത്ര അത്ഭുതകരമാണ്! ലോകത്തിലെ സൂപ്പർ പവറുകളെക്കാൾ വളരെ കൃത്യതയുള്ള ഒരു സൈന്യമായി ഇന്ന് ഇസ്രായേൽ വളർന്നിരിക്കുന്നു. അടുത്ത എസെക്കിയേൽ 38-39 അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ റഷ്യയും അവരുടെ കൂടെ ഉള്ളതായിരിക്കുന്ന കുറേ ഇസ്ലാമിക് രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കുവാൻ, അതായത് ആക്രമിക്കുവാൻ വരുന്നത് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ പേരിലായിരിക്കും, അതായത് ഇസ്രായേൽ പർവ്വതങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കും എന്ന് ബൈബിൾ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് മടങ്ങി വരാം. 3 തവണ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? വെസ്റ്റ് ബാങ്കിൽ. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് 3 തവണ നമ്മുടെ അനുഗ്രഹീതനായിരിക്കുന്ന പിതാവായിരിക്കും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പ്രത്യക്ഷപ്പെട്ടത്. ഉൽപ്പത്തി 12:6-7. ശേഖേം, ഏലോൻ, മേരെ, വെസ്റ്റ് ബാങ്കിലെ ശമരിയ പ്രദേശമാണത്. 2 ഉൽപ്പത്തി 13:18, അതുപോലെ ഉൽപ്പത്തി 15:1. ഇത് രണ്ടും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദാറ്റ് ഈസ് ഇൻ വെസ്റ്റ് ബാങ്ക്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ, ഈ വെസ്റ്റ് ബാങ്കിനോട് ബന്ധപ്പെട്ട
വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. എന്താണ് വെസ്റ്റ് ബാങ്കിനോട് ബന്ധപ്പെട്ട് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിലേ കൊടുത്ത വാഗ്ദത്തം? അത് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി 12:7, 15:18 മുതൽ 21, 17:7, 8, ഉൽപ്പത്തി 13:14 ഞാൻ ഉദ്ധരിക്കുകയാണ്. എന്താണ് വെസ്റ്റ് ബാങ്കിനോട് ബന്ധപ്പെട്ട് ദൈവം കൊടുത്ത പ്രോമിസ്, വാഗ്ദത്തം? യഹോവ അബ്രഹാമിനോട് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും, അതായത് അബ്രഹാം ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബെഥേൽ ഹായി, അതായത് വെസ്റ്റ് ബാങ്കിൽ അബ്രഹാം ഇരിക്കുക. അപ്പോൾ പറഞ്ഞു, നീ തലപൊക്കി വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെയും ശാശ്വതമായി ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും തരും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും മാറ്റി എഴുതുവാൻ പറ്റുന്നതല്ല. നിങ്ങൾ അതിനോടനുബന്ധിച്ച ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ലോകം മുഴുവനും ഇന്ന് വെസ്റ്റ് ബാങ്ക് ഒരു വാർത്തയാണ്. ഇനി അത് വലിയ വാർത്തയാകാൻ പോവുകയാണ്. എസെക്കിയേൽ 36:3 വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. എസെക്കിയേൽ 36:3, ഇസ്രയേൽ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ടു എന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഒക്കെ വായിച്ചു നോക്കണം. അതായത് ലോകരുടെ അപവാദ വിഷയമായി തീർന്നു. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യു ആർ ടേക്കൺ അപ്പ് ബൈ ദി ലിപ്സ് ഓഫ് ടോക്കേഴ്സ് ആൻഡ് സ്ലാൻഡറേഴ്സ്. ചുമ്മാ വ്യാജം പറയുന്നവരുടെ, വ്യാജം പ്രചരിപ്പിക്കുന്നവരുടെ, വായാടികളുടെ വാർത്തയായി ഈ പ്രദേശങ്ങളിൽ നിന്ന് തീർന്നിരിക്കുന്നത്. എത്ര കൃത്യമാണത്, ശരിയല്ലേ? നമ്മുടെ കേരളം ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും മാധ്യമങ്ങൾ വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ട് ഇത് അധിനിവേശം നടത്തുന്ന ഒരു രാജ്യം കൈയടക്കിയതാണ്, അവരവിടെ നിന്നും പുറത്തു പോകണം എന്നാണ് അവർ പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവം പണ്ടേ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എസെക്കിയേൽ 36:5 അത് പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞ് പാലസ്തീൻകാർ ഇസ്രയേൽ പർവ്വതങ്ങളെ, അതായത് വെസ്റ്റ് ബാങ്കിനെ കൈവശമാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. എത്ര അത്ഭുതകരമാണ് ഈ എസെക്കിയേലിലും ഉൽപ്പത്തിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് വളരെ ശക്തമായി തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ആവർത്തനം 1:30 നമ്മൾ തിരിച്ചു വരുമ്പോൾ, ഇവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പല സന്ദർഭങ്ങളിലും ദൈവം ഇസ്രായേലിനെ രക്ഷിച്ച വിധങ്ങൾ നമുക്ക് വളരെ ധൈര്യം തരുന്ന ചിന്തകളാണ്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെ, ജോഷുവ ചാപ്റ്റർ 10 വേഴ്സസ് 23-26 5 രാജാക്കന്മാർ ഇസ്രായേലിനെതിരെ വന്നു. അതായത് ഈ യോശുവയ്ക്ക് എതിരെ വരുന്നു. യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യമ്മൂത്ത് രാജാവ്, ലാഗീഷ് രാജാവ്, എഗ്ലോൻ രാജാവ്, 5 രാജാക്കന്മാർ എന്ത് ചെയ്തു? യോശുവ അവരെ പരാജയപ്പെടുത്തി. ഈ 5 രാജാക്കന്മാരെയും പിടിച്ചു കൊണ്ടുവന്ന് അവരെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിന് മുമ്പ് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. പക്ഷേ യോശുവ അവരെ വധിക്കുന്നതിന് മുമ്പ് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. യോശുവ 10:25, ജോഷുവ 10:25. യോശുവ അവരോട് ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പിൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വധിച്ചു. ഇവിടെ 1 ശമൂവേൽ 17:46 ദൈവം ചെയ്യുന്ന ഏത് കാര്യവും, അതായത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഏത് കാര്യത്തിനും ദൈവത്തിനൊരു വലിയ പ്രോജക്റ്റ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഇസ്രായേലിലൊരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയണം. സോ ദ നേഷൻ ഇസ്രായേൽ ഈസ് ഗോഡ്സ് ബാനർ ഫോർ ദ നേഷൻസ് ഓഫ് ദ വേൾഡ്. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉയർത്തിയ ഒരു ബാനർ അഥവാ കൊടിയാണ് ഇസ്രായേൽ. ഈ ഇസ്രായേലിനെ പുലർത്തുന്ന ഒരു ദൈവം, ജീവനുള്ള ദൈവം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഉണ്ടെന്ന് ലോകം മനസ്സിലാക്കിക്കൊള്ളണം. സുവിശേഷം നമ്മൾ അറിയിക്കുന്നു, ഒരു രാജ്യത്തിലൂടെ ദൈവം തന്റെ സന്ദേശം അറിയിക്കുന്നു, ഈ സൃഷ്ടിയിലൂടെ ദൈവം തന്റെ സന്ദേശം അറിയിക്കുന്നു. ഏതെല്ലാം വിധത്തിലാണ് ദൈവം തന്റെ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മനസ്സിലാക്കുവാൻ ലോകം തയ്യാറാകേണ്ടതാണ്. 1 ശമൂവേൽ 17:26 ജീവനുള്ള ദൈവത്തിൻ്റെ ആ രാഷ്ട്രത്തിൻ്റെ സൈന്യത്തിന് ബൈബിൾ കൊടുക്കുന്ന ഒരു പ്രത്യേക പേരുണ്ട്. ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തിനും അമേരിക്കൻ സൈന്യത്തിനും ഇല്ലാത്ത ഒരു പേര് ഇസ്രായേലിലെ സൈന്യത്തിനുണ്ട്. അത് 1 ശമൂവേൽ 17:26 നമ്മൾ വായിക്കുന്നു. എന്താണ് ആ പേര്? ജീവനുള്ള ദൈവത്തിൻ്റെ സേന. ജീവനുള്ള ദൈവത്തിൻ്റെ സേന. അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ യുദ്ധങ്ങളിലെല്ലാം ജീവനുള്ളൊരു ദൈവമുണ്ടെന്നും ആ ജീവനുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ഇസ്രായേൽ തോന്നിവാസം കാണിച്ചപ്പോഴെല്ലാം അവരെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെക്കാൾ ഗൗരവതരമായി ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഞാൻ നിന്നെ ശിക്ഷിക്കും, ഞാൻ നിന്നെ പറിച്ചു കളഞ്ഞു. യഹൂദൻ അനുഭവിച്ചതുപോലുള്ള ശിക്ഷാവിധി വേറെ ആരാ അനുഭവിച്ചിട്ടുള്ളത്?
അതുകൊണ്ട് ദൈവം ഒരിക്കലും പക്ഷപാതം പിടിക്കുന്ന ഒരാളല്ല. ദൈവം ഒരിക്കലും പാർഷ്യലായിട്ട് ആരെയും സപ്പോർട്ട് ചെയ്യുന്നയാളല്ല. ഇസ്രായേലിൻ്റെ പാപത്തിന് ഇസ്രായേലിനെ ശിക്ഷിക്കും, എൻ്റെ പാപത്തിന്, ദൈവസഭയുടെ പാപത്തിന് നമ്മെ ശിക്ഷിക്കും. നമ്മൾ വളരെ ഭയത്തോടുകൂടെ ഈ കാര്യങ്ങൾ ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇനി ദൈവം ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ആദ്യം വായിച്ച 3 വാക്യങ്ങളിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യം, ദൈവം അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ഇത് ഈ ഭാഗങ്ങളിൽ ആദ്യം നമ്മൾ വായിച്ച ഭാഗത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആളാണ്. അതുമാത്രമല്ല, ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു പരിമിതി നമ്മുടെ ഭാഗത്തു നിന്നുള്ളതായിരിക്കുന്ന ചിന്തകൾക്കോ നമ്മുടെ പരിമിതമായ ചിന്തകൾക്കൊന്നും ബാധകമല്ല. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും പ്രേക്ഷിതർക്കും ഏത് ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർക്കും ധൈര്യം തരുന്നൊരു കാര്യം ഇതാണ്: ദൈവം അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കും. അതുകൊണ്ടാണ് 1 ദിനവൃത്താന്തം ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ അവിടെ രാജാവ് ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ, നിന്റെ ജോലി ഞാൻ മനസ്സിലാക്കുന്നു, സകലത്തെയും ശക്തീകരിക്കുന്നതും സകലത്തെയും വലുതാക്കുന്നതും ദൈവത്തിൻ്റെ ഉദ്യോഗമാണ്, അത് എൻ്റെ ജോലിയല്ല. ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റുകയില്ല കേട്ടോ, ഞാൻ വെറും ഒരു പ്രവർത്തനരഹിതനായ ഒരു വ്യക്തിയാണ്, എനിക്ക് ഇന്ന കഴിവില്ല എന്ന് നമ്മൾ പലപ്പോഴും എക്സ്ക്യൂസ് പറയാറുണ്ട്. ബൈബിളിലുടനീളം ദൈവം ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്യൂസ് പറയുന്നതിനകത്ത് കുഴപ്പമില്ല, പക്ഷെ അതിൽ തുടരരുത്. ദൈവത്തിന് നമ്മെ ആവശ്യം ഉണ്ട്. ദൈവം അധികം കൊണ്ടും അല്പം കൊണ്ടും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആളാണ്. ഇനി പറയുന്നതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അതാണ് നമ്മുടെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, ഇസ്രായേലിനെ കുറിച്ചുള്ള ഇതിൽ നിന്നെല്ലാം നമുക്ക് പാഠം പഠിക്കാം. എന്നാൽ അധികം കൊണ്ടും അല്പം കൊണ്ടും ദൈവം പ്രവർത്തിക്കും. ഉദാഹരണം, 5 അപ്പവും 2 മീനും അല്ലേ, ഒരു ചെറിയ കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കാം. കർത്താവിൻ്റെ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെയുള്ളവർക്കൊക്കെ വിശന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും എന്ത് ചെയ്തു? അത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. കർത്താവിൻ്റെ കൈകളിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ആയിരങ്ങൾക്ക് തൃപ്തി വരുത്തുവാനിടയായി തീർന്നു. മർക്കോസ് 14, യോഹന്നാൻ 12 ആ വാക്യങ്ങളിൽ മറിയ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം, 5 അപ്പവും 2 മീനിനും വലിയ വിലയൊന്നുമില്ല, പക്ഷേ മറിയ കൊടുത്തത് വിലയേറിയ സ്വച്ഛജട മാംസി തൈലം. വിലയുള്ളതും വിലയില്ലാത്തതും കൊടുക്കുവാൻ യോഗ്യതയുള്ള കരങ്ങളാണ് കർത്താവിൻ്റെ കരങ്ങൾ. ലൂക്കോസ് 19 നമ്മൾ ഒരു കെട്ടപ്പെട്ട കഴുതയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളങ്ങോട്ട് ചെന്ന് ആ വീട്ടിൽ കാണും, കെട്ടപ്പെട്ട് കിടക്കുക കഴുത, ഇങ്ങോട്ട് അഴിച്ചോണ്ട് വരണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കഴുതയാകുന്ന എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്നാണ് എന്നെ രക്ഷിച്ച കർത്താവിന് ആ നിമിഷത്തിൽ കർത്താവിന് എനിക്ക് നൽകാനുള്ള സന്ദേശം. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയ സന്ദേശം അതാ. അതുകൊണ്ട് ലോകത്തിലെ ആരുടെയെങ്കിലും കഴുതകളായിട്ട് ജീവിക്കാതെ കർത്താവിൻ്റെ കഴുതകളായിട്ട് ജീവിക്കണം എന്നാണ് അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. മർക്കോസ് 14 ഞാൻ പറഞ്ഞല്ലോ, ഈ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം മറിയ കർത്താവിൻ്റെ കാലിൽ പൂശി. ഉടനെ അവിടെ ഒരു കമൻറ്റ് വന്നു, ഈ വെറും ചെലവ് എന്തിന് അല്ലേ? ഇത് 300-ലധികം വെള്ളിക്കാശിന് വീറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ, എന്തിനാ കർത്താവിൻ്റെ കാലെ കൊണ്ട് ഈ അല്ലേ ഇതൊക്കെ ഒഴിക്കേണ്ടത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ന് അനേകരുടെ ചോദ്യം അതാ. കർത്താവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അത്രയും പണം മുടക്കണോ? ഇത്രയും പണം മുടക്കി റേഡിയോ പ്രക്ഷേപണം, ടെലിവിഷൻ പ്രക്ഷേപണം, വാട്സാപ്പ് പ്രോഗ്രാം, യൂട്യൂബ് പ്രോഗ്രാം, അല്ലെങ്കിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇത്രയും പണമൊക്കെ മുടക്കണോ ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇത്രമാത്രം? ഇതേ ചോദ്യം വന്നതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ഒരു ചോദ്യോത്തര പരിപാടി പ്രൊഡ്യൂസ് ചെയ്ത് പല റേഡിയോ നിലയങ്ങൾ കൂടെ പ്രക്ഷേപണം ചെയ്തു. എന്തുകൊണ്ട് പണം സുവിശേഷീകരണത്തിന് വേണ്ടി മുടക്കണം? അപ്പോൾ അങ്ങനെ ഇവര് ഇത് പറഞ്ഞിട്ട് ആ മറിയെ ഭർസിച്ചു എന്നാണ് നമ്മൾ മലയാളം ബൈബിളിൽ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദേ ക്രിട്ടിസൈസ്ഡ് ഹെയർ ഷാർപ്പ്ലി. വളരെ ശക്തമായിട്ട് അവർ മറിയെ ക്രിട്ടിസൈസ് ചെയ്തു. വെറുതെ ഒരു പണിയില്ല അല്ലേ? ഇത്രയും വിലയുള്ള സംഗതി ഈ കർത്താവിൻ്റെ കാലെ കൊണ്ട് ഒഴിച്ച് കളയേണ്ട വല്ല കാര്യമുണ്ട്? കർത്താവിൻ്റെ തലയിൽ തൈലം ഒഴിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീയെ ഭർസിച്ചു. എന്തായിരുന്നു കർത്താവിൻ്റെ പ്രതികരണം? യേശുക്രിസ്തു കഴുതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ മറുപടി, കർത്താവ് പറഞ്ഞു, ഇവളെ വിടുവിൻ. നിങ്ങൾ വിമർശനത്തിൻ്റെ സർക്കിളിൽ നിർത്തിയിരിക്കുന്ന ഈ മറിയെ ഉണ്ടല്ലോ, കെയർ ഫ്രീ, അവളെ നിങ്ങൾ വിട്. അവൾ വിമർശനത്തിന് യോഗ്യയല്ല. അവൾ എൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്ത മഹത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവളെ വിടുക. ഇത് എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്ന ഒരു കാര്യമാണോ?
അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് കർത്താവ് രണ്ടാമത് ചോദിച്ചു. എന്തിനാണ് അസഹ്യപ്പെടുത്തുന്നത്? നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, സഹോദരന്മാരെ അസഹ്യപ്പെടുത്തേണ്ട ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. 3, കർത്താവ് പറഞ്ഞു അവൾ തന്നാൽ ആവത് ചെയ്തു. She did her best. അതാ കർത്താവിൻ്റെ കമന്റ്. കർത്താവിൻ്റെ കമന്റിന് കാതോർത്താൽ മതി. പിന്നെ കർത്താവ് പറയുക, കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കമന്റാണ്. അതാ മറിയയുടെ ഹൃദയത്തെ എത്രമാത്രം ധൈര്യപ്പെടുത്തി കാണും. മറിയയ്ക്ക് ചുറ്റുമുള്ള എല്ലാവരും സിവിയർലി ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, അവളെ ഭത്സിക്കുകയാണ്. എന്നാൽ കർത്താവ് അവളോട് പറയുകയാണ്, എൻ്റെ ശവസംസ്കാരത്തോട് ബന്ധപ്പെട്ട് ഒരു വലിയ ശുശ്രൂഷ നീ ചെയ്തിരിക്കുന്നു. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു കാര്യവും കർത്താവ് വളരെ വിലപ്പെട്ടതായിട്ട് കാണും, അംഗീകരിക്കും. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ അതൊക്കെ പ്രയോജനമില്ലാത്തതായിരുന്നു എന്ന് ശത്രു പറഞ്ഞ് നമ്മളെ കീഴടക്കുവാൻ ഒരിക്കലും ഇടയാക്കി തീർക്കരുത്. എന്നിട്ട് കർത്താവ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ലൂക്കോസ് 14:9, സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. അതുകൊണ്ടാണ് മറിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനും ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ലോകം മുഴുവനും അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി എൻ്റെ നാമത്തിൽ അത് പ്രസ്താവിക്കും എന്ന് കർത്താവ് പറയുകയുണ്ടായി. കർത്താവ് ഒരിക്കൽ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. അപ്പൊ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് ചെറിയ കാര്യത്തിനും പ്രതിഫലം ഉണ്ട്. അടുത്തത് ഇവിടെ പത്രോസിന്റെ പടക്. കർത്താവ് പറഞ്ഞു ഭയങ്കര തിക്കും തിരക്കുക, ജനങ്ങൾ തിക്കുക കർത്താവിനെ. കർത്താവ് പറഞ്ഞു ജനങ്ങളുടെ തിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ആ പടക് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റുക. കർത്താവ് ആ പടക് ഉപയോഗിച്ച പടകിലിരുന്ന് കർത്താവ് ശുശ്രൂഷിച്ചു. മർക്കോസ് 3:9 ഒരു ചെറു പടക് ഒരുക്കി എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതായത് അത് ഒരുക്കി നിർത്താൻ യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. ഒരിക്കൽ കർത്താവിൻ്റെ പ്രസംഗമൊന്നും വലിയ കുഴപ്പമില്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ഒരു വലിയ ആളാണ്, എന്തോ പ്രത്യേകതയൊക്കെയുള്ള ആളാണ്. എന്നാൽ ഒരു നേരത്തെ ആഹാരത്തിന് വിളിച്ചേക്കാം. ഒരു പരീക്ഷ കർത്താവിനെ ഒരു നേരത്തെ ആഹാരത്തിന് വീട്ടിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വെച്ച് കർത്താവ് അവനോടൊരു കാര്യം പറഞ്ഞു. കർത്താവിനെ അയാൾ ആഹാരം കൊടുത്തു, കർത്താവിനെ മാനിച്ചു. എന്നാൽ അയാൾ ഒരു സാമാന്യ മര്യാദ, യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് വീട്ടിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കും, എന്ത് ചെയ്യും? കാല് കഴുകാൻ വെള്ളവും കൂടെ കൊടുക്കും. കർത്താവിനത് കൊടുത്തില്ല. ഇവനെ കർത്താവിനെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. കർത്താവിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാൻ ഇവനും അറിയത്തില്ല. അല്ലെങ്കിൽ ഇവൻ മനഃപൂർവ്വം അത് വേണ്ട എന്ന് വെച്ചു. ഇത്രയൊക്കെ മതി, ക്രിസ്ത്യ ജീവിതം ഇത്രയൊക്കെ മതി. അവൻ മാനിക്കപ്പെടുവാൻ യോഗ്യനാണെങ്കിൽ നാം കൊടുക്കേണ്ട മാന്യത കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മാന്യതയും കൊടുക്കണ്ട. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം വന്നില്ല. കർത്താവിന് വേണ്ടി എന്ത് കൊടുത്തില്ല എന്നുള്ളതും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ടി വരും. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മർക്കോസ് സുവിശേഷം 9:42 എങ്കൽ വിശ്വസിക്കുന്ന ഈ ചെറിയവന് ഇടർച്ച വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ, ഒരു സാധാരണ വിശ്വാസിയായിരിക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ വലിയ വേദശാസ്ത്രമൊന്നും അറിയത്തില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ട ആളാണ്. ചില ജീവിതത്തിൽ ചില കുറവുകൾ കാണും, പിന്മാറ്റം കാണും, കുറവുകൾ കാണും. നമ്മൾ അവരെ ഉത്സാഹിപ്പിക്കുകയും തെറ്റ് തിരുത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. കർത്താവ് പറയുകയാണ്, ഈ വിശ്വസിച്ച ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തരുത്, അവരെ പ്രോത്സാഹിപ്പിക്കണം. ദാറ്റ് ഈസ് അവർ ബിസിനസ്. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശുശ്രൂഷ പൗലോസിനും അപ്പസ്തോലന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കൊരിന്ത് സഭയെ ഭയങ്കര ജഡീകത്വവും, അവർ കൃപാവരങ്ങൾ ദുർവിനിയോഗം ചെയ്തു, മത്സരങ്ങൾ, അതുപോലെ തന്നെ ഗ്രൂപ്പിസം എന്ന് വേണ്ട ഒരുപാട് ചർച്ച് പൊളിറ്റിക്സ്. അവരോട് പൗലോസ് പറഞ്ഞ എന്താ? 2 Corinthians chapter 4:12. 2 Corinthians 4:12 തിരുവചനത്തിൽ പൗലോസ് ഒരു വാക്ക് പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. പൗലോസോട് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞങ്ങളിൽ മരണം വ്യാപരിക്കുക, ഞങ്ങൾ ക്ഷീണിക്കുകയാണ്, ഞങ്ങൾ തളരുകയാണ്, അധ്വാനത്താൽ ഞങ്ങൾ മടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രൈസ് ബി ടു ദ ലോർഡ്, നിങ്ങളിൽ ജീവൻ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആത്മീയ ജീവൻ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സഭകൾ ഉണർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൃപാവരങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. നിങ്ങൾ കറക്ഷൻസ് നിങ്ങൾ സ്വീകരിക്കുന്നു. ഇതാണ് പൗലോസ് അവിടെ പറയുന്നത്. അത് നമുക്ക് ദൈവം സാധ്യതമാക്കി തീർക്കട്ടെ. 2 Corinthians 8-ാം അധ്യായം, അവിടെ കർത്താവിന് കൊടുത്ത് മക്കെദോനിയ സഭകൾ പണം കൊടുത്തു. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ മഹാദാരിദ്ര്യം ഉള്ളവരൊന്നും അല്ല, പക്ഷേ അവരുടെ മഹാദാരിദ്ര്യത്തിൽ ധാരാളം ഔദാര്യം, ആ ഒരു പ്രയോഗമാണ്, ധാരാളം ഔദാര്യം അവർ കാണിച്ചു.
അവിടെ പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് അവർ കൊടുത്തതിനെക്കുറിച്ച് പ്രാപ്തി പോലെയും പിന്നെ പ്രാപ്തിക്ക് മീതെയും, അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ആൻഡ് ബിയോണ്ട് ദെയർ എബിലിറ്റി. ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ കാലത്തും നടന്നുകൊണ്ടിരുന്ന മിഷണറി പ്രവർത്തനങ്ങളുടെ ആപ്തവാക്യം ഇതാണ്. അതിന് ആരംഭം കുറിച്ചവരൊക്കെ പ്രാപ്തി പോലെ, പ്രാപ്തിക്ക് മീതെ കർത്താവിന് വേണ്ടി അവരുടെ പ്രവർത്തനത്തെ സബ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും ദൈവം അവരിലൂടെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നത്. ഫീബ റേഡിയോ ബാംഗ്ലൂർ കഴിഞ്ഞ 30-40 വർഷം ലോക സുവിശേഷീകരണത്തിൽ വ്യക്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മിഷണറി റേഡിയോ സ്റ്റേഷനാണ് ഫീബ റേഡിയോ. അതിൻ്റെ ഒരു ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്ന ഡോക്ടർ ജോൺ നൈറ്റ്, അദ്ദേഹത്തെ ഞങ്ങൾ ബാംഗ്ലൂരിൽ വെച്ച് ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം? അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എല്ലാ മാസവും 50 രൂപ 100 രൂപ വെച്ച് ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന 3000-4000 മെമ്പേഴ്സ് ഉണ്ട്. ഒരു മാസം പോലും അവരത് മുടക്കുകയില്ല. അങ്ങനെയാണ് ഫീബ റേഡിയോയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഫീബ റേഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് FEBC മനില ഫിലിപ്പൈൻസ് എന്നുള്ള റേഡിയോ പ്രക്ഷേപണമാണ് കേരളത്തിൽ കേട്ടുകൊണ്ടിരുന്നത്. ക്ലിയർ അല്ല, കാരണം ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന പ്രക്ഷേപണമാണ്. ഒരു വിധവയായ അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഇത് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടി അടുത്ത ഒരു റേഡിയോ നിലയം നൽകണം, കൃത്യമായ ബ്രോഡ്കാസ്റ്റിങ്ങിന് ഒരു അവസരം അവിടെ നൽകണമേ. ആ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ വിധവയായ അമ്മച്ചി പ്രാർത്ഥിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സെഷൽസ് ഐലൻഡിലാണ് ഫീബ റേഡിയോ സ്ഥാപിക്കുവാൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തത്. അവരത് സ്ഥാപിച്ചു കഴിഞ്ഞ് അവരൊരു സന്ദേശം അയച്ചു, പ്രൈസ് ദി ലോർഡ്, വി ഹാവ് സ്റ്റാർട്ടഡ് ദി ബ്രോഡ്കാസ്റ്റിംഗ്. അത് ബാംഗ്ലൂരിൽ ആ മെസ്സേജ് വന്നു കഴിഞ്ഞ് അവർ ഈ അമ്മച്ചിയെ ഈ വിവരം അറിയിച്ചു. അമ്മച്ചി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ആദ്യത്തെ ഡൊണേഷൻ ഫീബ റേഡിയോയ്ക്കുള്ളത് അയച്ചു കൊടുത്തു. അവരുടെ ഒരു മാസത്തെ പെൻഷൻ 15 രൂപ. ഒരു മാസത്തെ പെൻഷൻ 15 രൂപ. എന്നിട്ട് ആ ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ആ അമ്മച്ചിയുടെ വിശ്വാസവീരയായ ആ അമ്മച്ചിയുടെ 15 രൂപയെ 15 ലക്ഷത്തിന്റെ പ്രോജക്റ്റാക്കി ദൈവം ഇന്ന് തീർത്തിരിക്കുന്നു. ഇന്ന് ഫീബ, അന്ന് ഇത് ഒരു 10-15 വർഷം മുമ്പാണ്, അന്ന് ഫീബ റേഡിയോയുടെ മന്ത്ലി എക്സ്പെൻസ് 15 ലക്ഷം. അപ്പോൾ 15 രൂപയെ 15 ലക്ഷത്തിന്റെ പ്രോജക്റ്റാക്കി വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. 5 അപ്പത്തെയും 2 മീനെയും ആയിരങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ ശക്തിക്ക് കഴിയും. നമ്മുടെ കഴിവുകളിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ ഉപയോഗിക്കും. ലോർഡ് മേക്ക് മീ എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. അതായിരിക്കണം നമ്മുടെ ഹംബിൾ പ്രയർ. ഇത് കർത്താവ് ഉപയോഗിച്ചു. തുടർന്ന് നമ്മൾ പല ഭാഗങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ദാവീദ് തൻ്റെ വടി, പിന്നെ ദാവീദ് തോട്ടിന്ന് മിനുസമുള്ള 5 കല്ല്, പിന്നെ ഒരു ഇടയ സഞ്ചി, പിന്നെ കയ്യിലൊരു കവണ. രാജാവ് അവനെ തൊപ്പിയും പിന്നെ കോട്ടും സൂട്ടും പടച്ചട്ട എല്ലാം ഇട്ടാ നീ യുദ്ധത്തിന് പോകാൻ പറഞ്ഞു. ദാവീദ് ഇട്ട് നോക്കി. ദാവീദ് പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, ഇതുകൊണ്ടൊന്നും എനിക്ക് വിജയം കിട്ടുകയില്ല. നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യരുത്. ഇന്നയാൾ ഇന്നത് ചെയ്യുന്നു, ഇന്നയാൾ ഇന്നടത്ത് ഇന്ന വലിയ പ്രവർത്തനം, എനിക്കും അത് ചെയ്യണം. നമ്മളെല്ലാവരും യുണീക്കാണ്. നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവഹിതം നിറവേറ്റുകയും ചെയ്യാം. ദാവീദ് അതെല്ലാം ഊരി പുറകോട്ട് കളഞ്ഞു വെച്ചിട്ട് ഒരു ഇടയനെ പോലെ, ഒരു ഇടയൻ്റെ കയ്യിലുള്ള സാധാരണ കാര്യങ്ങളിൽ കണ്ടാൽ നമ്മൾ ചിരിക്കും. ശൗല് പോലും ചിരിച്ചു കാണും. അവൻ്റെ ചേട്ടന്മാരൊക്കെ പരിഹസിച്ച് കാണും. നീ അബദ്ധത്തിലേക്കാണ് പോകുന്ന, നീ ഗോലിയാത്തിന്റെ വായ്ക്കകത്ത് പോയി വീഴും. എന്തു സംഭവിച്ചു? ഒരു കല്ല് 5 കല്ലാണ് എടുത്തത്. ഒരു കല്ല് കവണയിൽ നിന്നും എടുത്ത് വീശി ഗോലിയാത്തിന്റെ നെറ്റിക്ക് നേരെ എറിഞ്ഞു. ആ വമ്പൻ ഇസ്രായേലിന്റെ ശത്രു കവിണ്ണു വീണു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ദാവീദിന് ആയുധം കിട്ടി, ഗോലിയാത്തിന്റെ വാള്. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. ദാവീദിന്റെ കയ്യിലുള്ള വെറും നിസാരമെന്ന് ലോകം ചിന്തിക്കുന്ന ആ ചെറിയ കാര്യം, ആ കല്ലെടുത്ത് ശത്രുവിന്റെ നേരെ തൊടുത്തു. ശത്രു പരാജയപ്പെട്ട് വീഴുവാൻ ഇടയായി തീർന്നു. നിങ്ങൾ പ്രവചനം പഠിക്കുന്നവരാണെങ്കിൽ ഓർക്കണം, ദാനിയേൽ പ്രവചനത്തിൽ ദൈവം ഒരു ദർശനം കൊടുത്തു. ഈ മഹാരാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത്, അതായത് മേഡിയോ പേർഷ്യ, ബാബിലോൺ, മേഡിയോ പേർഷ്യ, ഗ്രീസ്, റോം, പിന്നെ വന്ന ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഇരുമ്പും കളിമണ്ണും ചേർന്നതായ തമ്മിൽ ചേരാത്ത ഈ ഭരണകാലത്ത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് ഒരു വലിയ മഹാസംഭവം നടക്കാൻ പോവുകയാണെന്ന് ദാനിയേലിനോട് ദൈവം പറഞ്ഞു. എന്താണ് ആ സംഭവം? ആ സംഭവം കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല് വന്ന് ഈ ബിംബത്തെ അടിച്ച് തകർത്ത് കളഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല്, ദാവീദിന്റെ കയ്യിലിരുന്ന ആ ഒരു ചെറിയ കല്ല്, മിനുസമുള്ളൊരു കല്ല് ശത്രുവിനെ പരാജയപ്പെടുത്തി. ദൈവത്തിന്റെ ജീവനുള്ള കല്ലായ ഡിവൈൻ സ്റ്റോൺ ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്, നമ്മുടെ കർത്താവ് വന്ന് ഈ ലോകത്തിലെ സകല രാജ്യങ്ങളെയും നീക്കിയിട്ട് നാം യേശയ്യാ പ്രവചനത്തിൽ വായിക്കുന്ന പോലെ ഒരു രാജാവ് നീതിയോടെ വാഴും.
ആ കാര്യത്തിലേക്ക്, ആ കാലലക്ഷണങ്ങളിലേക്ക് നാം പോവുകയാണ്. കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത് നാം കൊടുക്കുക. ദാവീദ് അവിടെ ബന്ധപ്പെട്ട് ചെന്നു എന്ന് പറയുന്നുണ്ട്. ദാവീദ് ഈ സഞ്ചിയും ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഇത് നേരെ വന്നപ്പോഴത്തേക്കും ഗോലിയാത്ത് പാഞ്ഞടുക്കുകയാണ്. അവനെ കണ്ടാൽ തന്നെ പേടിച്ചു പോകും. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. അതായത് ദാവീദ് ബന്ധപ്പെട്ട് അണിക്ക് നേരെ ഓടി എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഈ ഒരു സ്ലോ മോഷനിലൊന്നും പോയാലൊന്നും കാര്യം, ചില സമയത്ത് ഭയങ്കരമായ തീവ്രമായ ചില നടപടികൾ, ചില തീരുമാനങ്ങൾ, ചില ശുശ്രൂഷകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയുള്ള ധൈര്യം, അതിനു വേണ്ടിയുള്ള കൃപ ദൈവം നമുക്ക് നൽകും. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നമ്മെ തൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ നിലയിലുള്ളതായിരിക്കുന്ന ചെറിയ കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. അത് നമ്മുടെ പണമായിരിക്കാം, നമ്മുടെ താലന്തുകളായിരിക്കാം, ആരോഗ്യമായിരിക്കാം, ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവരെ ദൈവവചനം കേൾപ്പിക്കാനുള്ള, അത് നമ്മൾ ചിന്തിക്കണം. അതിനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം. അത് വളരെ ആവശ്യമാണ്. പ്രയർ ബൈ പോപ്പ് ലിയോ 14 2 യൂട്യൂബുകളിൽ വഴി ഈ അടുത്ത സമയത്ത് 150 കോടികളുടെ ആത്മീയ അധ്യക്ഷനായിരിക്കുന്ന പോപ്പ് ലിയോ 14 മെസ്സേജ് കൊടുത്തു. ചാർലി ക്രിക്കിനെ കുറിച്ചാണ് അദ്ദേഹം മെസ്സേജ് കൊടുത്തത്. സാധാരണ പ്രൊട്ടസ്റ്റന്റുകാരെ കുറിച്ചൊന്നും അവരെ കമൻറ്റ് പറയാറില്ല. അത് മുഴുവനും ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, യുവർ വോയിസ് മേ നോട്ട് റീച്ച് മില്യൺസ് ബട്ട് ഇറ്റ് വിൽ റീച്ച് സമ്മൺ. ലക്ഷങ്ങളെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് കേൾപ്പിക്കാൻ സാധിക്കില്ല, പക്ഷെ ചിലരത് കേൾക്കും. ആൻഡ് ഇൻ ഹെവൻസ് ഐസ് ദാറ്റ് വൺ സോൾ മാറ്റേഴ്സ് ഇൻഫിനിറ്റ്ലി. ദൈവത്തിൻ്റെ മുമ്പിൽ, സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരാത്മാവ്, അറ്റ് എ ടൈം വൺ സോൾ, ഒരാളെ നേടാൻ ശ്രമിക്കുക. ദിസ് ഈസ് ദ മോമെന്റ് ടു എംബ്രേസ് വൈ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, only the truth of Christ can heal the damaged age. നശിച്ച ഈ യുഗത്തിന് സൗഖ്യം കൊടുക്കാൻ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഇത് നമ്മൾ മൂടി വെക്കാൻ പാടില്ല. ഇത് നമ്മൾ ലോകം മുഴുവനും പബ്ലിഷ് ചെയ്യണം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ വരവിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഫസ്റ്റ് ദ ഗോസ്പൽ ഷാൽ ബി പബ്ലിഷ്ഡ് among all nations and then the end shall come. ഇത് പബ്ലിഷ് ചെയ്യണം, ഇത് പ്രൊക്ലെയിം ചെയ്യണം, ഇത് ആൾക്കാർ കേൾക്കണം. വീണ്ടും പോപ്പ് ലിയോ 14 ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, യു ആർ ചോസൺ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യു ആർ അപ്പോയിന്റഡ് എ ടൈം ആസ് ദിസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഡു നോട്ട് വേസ്റ്റ് ഇറ്റ്, അത് നഷ്ടമാക്കരുത്. ഡു നോട്ട് ബറി ഇറ്റ്, അത് കുഴിച്ചു മൂടരുത്. ഡു നോട്ട് ഫിയർ ഇറ്റ്, അതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടരുത്. ലിഫ്റ്റ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക. ഫിക്സ് യുവർ ഹാർട്ട് ഓൺ ഗോഡ്, ദൈവത്തിൽ നിങ്ങളുടെ കണ്ണുകൾ പതിപ്പിക്കുക. എന്നിട്ട് ആൻഡ് സ്റ്റെപ്പ് ബോൾഡ്ലി ഇൻ ടു ദ പർപ്പസ് ഗോഡ് ഹാസ് ഫോർ യു. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശത്തിലേക്ക് കാലുകൾ എടുത്തു വയ്ക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇഫ് വി ക്ലിങ് ടു ക്രൈസ്റ്റ് ദെൻ നോ വെപ്പൺസ് ഫോംഡ് അഗൈൻസ്റ്റ് യു വിൽ പ്രിവെയിൽ. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോഴും നിങ്ങൾക്കെതിരെ രൂപപ്പെടുത്തുന്ന ഒരായുധവും ഫലിക്കുകയില്ല. യേശയ്യാവ് 54 ഒരു വാഗ്ദത്തമുണ്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. നമ്മോടുള്ള ബന്ധത്തിലും എഫേസ് ലേഖനത്തിലൊക്കെ അതിൻ്റെ സൂചനകളുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ദ വേർഡ് ഓഫ് ഗോഡ് കനോട്ട് ബി കൺഫൈൻഡ്, അത് ഒരിക്കലും പരിമിതപ്പെടുത്താൻ പറ്റുകയില്ല. ഐ ആം സെയിങ് ദിസ് നോട്ട് ടു ഫ്രൈറ്റൻ യു ബട്ട് ടു വേക്ക് യു അപ്പ്. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങളെ പേടിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത്, നിങ്ങൾ ഉണരണം. ദിസ് ഈസ് ദ അവർ ഓഫ് ഡിസിഷൻ, ചൂസ് ഹും യു വിൽ സെർവ്. ഇത് തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണ്. നിങ്ങൾ തീരുമാനിക്കുക, ഞങ്ങൾ ആരെ ശുശ്രൂഷിക്കും, ആരെ സെർവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ശത്രു നൽകുന്നൊരു ചിന്തയുണ്ട്, ഞങ്ങൾ പിന്നെ ആരെയാണ് സേവിക്കുന്നത്? ഞങ്ങൾ കർത്താവിൻ്റെ ജനമാണ്, ഞങ്ങൾ കർത്താവിനെ തന്നെയല്ലേ സേവിക്കേണ്ടത്. എന്നാൽ നമ്മളത് പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമാണ്. റീ എക്സാമിൻ ചെയ്യണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് പറഞ്ഞു, ചെറിയ കൂട്ടമാണ്, ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, അത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ചെറിയ രാജ്യമാണ്, എന്നാൽ വലിയ ഒരു രാജാവ് അവർക്കുണ്ട്. നമ്മൾ ചെറിയ കൂട്ടമാണ്, പക്ഷേ വലിയ ഇടയൻ നമ്മളോടുകൂടെ ഉണ്ട്. തോളിലെടുത്ത് വീട്ടിലെത്തുമ്പോഴും ചുമക്കുന്ന, ഏത് പ്രായത്തിലും വഹിക്കുന്ന ഒരു നല്ല ഇടയൻ. ആ ഇടയൻ നമ്മുടെ ബലഹീനതകളിൽ ശക്തി പകരുവാൻ മതിയായ നല്ല ഇടയനാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ മതിയായ ഒരു നല്ല ഇടയനാണ്. എൻ്റെ കൈവശമുള്ള 5 അപ്പോ 2 മീനോ, എൻ്റെ കൈവശമുള്ള ഇടയസഞ്ചിയോ, അല്ലെങ്കിൽ ഞാൻ നിരന്തരം ഉപയോഗിക്കുന്ന സാധാരണ കാര്യങ്ങൾ, ഏത് കാര്യങ്ങളുമാട്ടെ, മോശ പറഞ്ഞു, എങ്ങനെ ഞാൻ ഫറവോന്റെ മുമ്പിൽ പോയി നിൽക്കും? നിന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? വടി. അത് നിലത്തോട്ടിട്, അത് പാമ്പായി.
ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അപ്പം നമ്മളിങ്ങനെ മടിച്ചും മറ്റുള്ളവരുടെ വിമർശനം കേട്ടും ഹൃദയം തകർന്നും തളർന്നും ഈ ജീവിതം പാഴാക്കരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ആ പരീശൻ നേരിട്ട ചോദ്യം നമ്മളാരും നേരിടാൻ ഇടയാകരുത്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു, ഇത് നമ്മുടെ ആലയമായി തീർന്നിരിക്കുക, നമ്മുടെ ദൈവത്തിൻ്റെ ആലയമാണ്. എന്നാൽ നീ എനിക്ക് കാല് കഴുകുവാൻ വെള്ളം തന്നില്ല. എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ എന്തെങ്കിലും വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. അത് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ യു വിൽ ഫേസ് ദാറ്റ് റിയൽ ക്വസ്റ്റ്യൻ അറ്റ് ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും അതിന് മറുപടി പറയേണ്ടി വരും. ഇറ്റ് ഈസ് എ സീരിയസ് മാറ്റർ. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അവിടുന്ന് മറന്നുപോകാതെ പ്രതിഫലം തരുന്ന നല്ല ഇടയൻ നമ്മോട് കൂടെ ഉണ്ട്. ആ ശ്രേഷ്ഠ ഇടയൻ വീണ്ടും വരുന്നു. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലായി അവിടുന്ന് വേഗം വരുന്നു. അന്ന് ആ വരവിൽ അവിടുന്ന് ഒരു നിത്യരാജ്യം ഇവിടെ സ്ഥാപിക്കും. 1000 വർഷ ഭരണം. എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് ചേർക്കാൻ യോഹന്നാൻ 14 നമ്മൾ വായിക്കുന്ന പോലെ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. കർത്താവ് നമ്മെ ചേർക്കാൻ വേഗം വരുന്നു. ഒരുങ്ങാം, അവിടത്തേക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാണ്.